നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വയനാട്ടിൽ കാട്ടാനയാക്രമണം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടാന ശല്യം നേരിടാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷിച്ചു. കൊടകര വെള്ളിക്കുളം വലിയ തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലായി. പാലിയേക്കരയിൽ മാരക മയക്കുമരുന്ന് MDMA-യുമായി കാളത്തോട് സ്വദേശിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജിമ്മി മഞ്ഞളി വീണ്ടും ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ കാട്ടാനയാക്രമണം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടാന ശല്യം നേരിടാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ചേർന്ന വനം വകുപ്പ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വയനാട്ടിലെ കാട്ടാന ആക്രമണം നേരിടാൻ സമഗ്രമായ പദ്ധതികൾ വേണമെന്നാണ് തൃശൂരിൽ ചേർന്ന വനം വകുപ്പ് ഉന്നതതല യോഗം വിലയിരുത്തിയത്. 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി വയനാട്ടിൽ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുകയും കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് നിയമിക്കുകയും ചെയ്യും. ഈ മാസം 15-നകം യോഗം ചേർന്ന് സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതോടെ സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം യഥാസമയം വിലയിരുത്താനാവുമെന്നാണ് പ്രതീക്ഷ. കർണാടകയുടെ ചിപ്പിൽ നിന്നും നേരിട്ട് സിഗ്നൽ ലഭിക്കാവുന്ന ആന്റിന കേരളത്തിന്റെ കയ്യിലില്ലെന്നും ഇന്ന് വയനാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വയനാട് ജില്ലയിൽ ഉയരുന്നത്. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷിച്ചു. രാവിലെ ശിവേലി പെരുവനം സതീശന്മാരാരുടെ പ്രമാണികത്വത്തിൽ മേളം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, ഉച്ചതിരിഞ്ഞ് കാഴ്ചശിവേലി, പല്ലാവൂർ ശ്രീധരമാരാരുടെ പ്രമാണികത്വത്തിൽ പഞ്ചവാദ്യം, വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, തായമ്പക, രാത്രി ഡാൻസ്, ഡ്രാമ എന്നിവയായിരുന്നു പ്രധാന ആഘോഷ പരിപാടികൾ. കൊടകര വെള്ളിക്കുളം വലിയ തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലായി. പദ്ധതിയെ ആശ്രയിച്ച് ജലസേചനം നടത്തുന്ന പ്രദേശങ്ങളിലെ കാർഷിക വിളകൾ ഉണക്ക് ഭീഷണി നേരിടുകയാണ്. വെള്ളിക്കുളം വലിയ തോടിന്റെ വാലറ്റത്തുള്ള കുഞ്ഞക്കര പ്രദേശത്താണ് വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉള്ളത്. പമ്പ് ഹൗസിനോട് ചേർന്നുള്ള കിണറ്റിൽ ആവശ്യമായ വെള്ളമില്ലാത്തതാണ് പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലാകാൻ കാരണം. തോട്ടിൽ ജലവിധാനം ഉയർന്നു നിന്നാലേ പമ്പിങ്ങിനാവശ്യമായ വെള്ളം കിണറ്റിലുണ്ടാകൂ. വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിലെ വാസുപുരം ചക്കാലക്കടവിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക മൺചിറ ഇത്തവണ നിർമ്മിക്കാത്തതാണ് തോട്ടിലെ ജലനിരപ്പ് താഴാൻ പ്രധാന കാരണമായത്. ചക്കാലക്കടവിൽ മൺചിറ കെട്ടിയാൽ പുഴയിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം വെള്ളിക്കുളം വലിയ തോട്ടിലെ ജലനിരപ്പ് ഉയർത്താറുണ്ട്. ഡിസംബർ പകുതിയോടെ പൂർത്തിയാകാറുള്ള താൽക്കാലിക മൺചിറയുടെ നിർമ്മാണം ഫെബ്രുവരി പകുതിയോളമായിട്ടും ഇക്കുറി നടന്നിട്ടില്ലെന്ന് വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി സെക്രട്ടറി PR അജയ് ഘോഷ് പറഞ്ഞു. വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവതാളത്തിലായതോടെ മേഖലയിലെ ജാതി, വാഴ, വിവിധ ഇനം പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾക്ക് ഉണക്കുഭീഷണി നേരിടുകയാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കുഞ്ഞക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വജൽധാര കുടിവെള്ള പദ്ധതിയുടെയും കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും പ്രവർത്തനത്തെ ജലക്ഷാമം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലെയും മറ്റത്തൂർ പഞ്ചായത്തിലെ 21-ാം വാർഡിലെയും കർഷകരാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. കുഞ്ഞക്കര സ്വജൽധാര പദ്ധതിയുടെ പമ്പിംഗ് ശരിയായി നടക്കാത്തതുമൂലം വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ കുടിവെള്ള വിതരണവും അവതാളത്തിലാണ്. വെള്ളിക്കുളം വലിയ തോട്ടിലെ ജലനിരപ്പ് ഉയർത്തി ജലസേചന പദ്ധതികളുടെയും കുടിവെള്ള പദ്ധതികളുടെയും പമ്പിംഗ് സുഗമമാക്കാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചാലക്കുടി വലതുകര മെയിൻ കനാലിൽ നിന്ന് വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് വെള്ളം തുറന്നുവിടുകയോ വാസുപുരം ചക്കാലക്കടവിൽ ചിറനിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും ഇതിനുള്ള നടപടി ഉണ്ടാകണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. അത് വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ വാസുപുരം വലിയ തോട്ടിൽ നിന്ന് ആണ് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യണത്. അപ്പോൾ ഈ വലിയ തോട്ടിൽ വെള്ളം തീരെ വറ്റി വരണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമ്മുടെ തോടിനകത്ത് കുറച്ച് നാളുകളായി തീരെ വെള്ളം കിട്ടാതെ ഇവിടുത്തെ കൃഷി നനയ്ക്കുന്നതിനും കുടിവെള്ളത്തിനും ഉള്ള സാഹചര്യം നിലച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 25-ാം തീയതി കൂടി ഈ കുറുമാലിപ്പുഴയിലുള്ള തടയണകൾ കെട്ടി ജലം സംഭരിക്കാറ് പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ നാളിതുവരെയും അതിനു വേണ്ട നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകാത്തതിൻ്റെ സാഹചര്യം ഇപ്പോൾ ഒന്നുകിൽ ചിറ കെട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ കനാലിൽ കൂടി വരുന്ന വെള്ളം, അതായത് ചാലക്കുടി വലതുകര കനാലിൽ കൂടി വരുന്ന വെള്ളം കനാൽ വഴി വലിയ തോട്ടിലേക്ക് തുറന്നു വിടുകയോ ചെയ്യുകയാണെങ്കിൽ തോട് വഴി. പാലിയക്കരയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂക്കര കാളത്തോട് കറപ്പ മൂച്ചിക്കൽ വീട്ടിൽ 34 വയസ്സുള്ള ഷഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ ഇയാൾ പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പരിസരത്തും ദേശീയപാതയിലും പരിശോധനകൾ കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു. പുതുക്കാട് SI-മാരായ KS സൂരജ്, MJ ലിജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൗലോസ്, CPO ജെറിൻ, റൂറൽ ഡാൻസ് സ്റ്റാഫ് SI-മാരായ സ്റ്റീഫൻ, ജയകൃഷ്ണൻ, സതീശൻ, ഷൈൻ, പോലീസുകാരായ സൂരജ്, റെജി, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന മാലാഖ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ബസ്സിന്റെ പിറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 4 കോയിലിന്റെ കേബിളുകളാണ് 3 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത്. ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിൻ്റേതായിരുന്നു കേബിളുകൾ. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. തലോർ ബൈപ്പാസിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത്. 3 പേരും പിറകിലെ സീറ്റിലാണ് ഇരുന്നത്. ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണി കൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത്. തൃശ്ശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒല്ലൂർ പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ വീട്ടിൽ കയറിയ നാടോടി സ്ത്രീകൾ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. 2 ദിവസം മുൻപ് നെല്ലായി വയലൂരിൽ ഭിക്ഷാടനത്തിന്റെ മറവിൽ വീട്ടിലെത്തി മോഷണം നടത്താനുള്ള 3 നാടോടി സ്ത്രീകളുടെ നീക്കം വീട്ടുടമ കണ്ടെത്തിയിരുന്നു. നന്ദിപുലം മാഞ്ഞൂരിൽ വീട്ടിലെ വളർത്തുകോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. മാഞ്ഞൂർ പുത്തൻ വീട്ടിൽ മുരുകന്റെ വീട്ടിലെ 17 നാടൻ കോഴികളാണ് ശനിയാഴ്ച രാത്രിയിൽ അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ ചത്തത്. കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജിമ്മി മഞ്ഞളി വീണ്ടും ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ആന്റണി കുറ്റുകാരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, നേതാക്കളായ K പരമേശ്വരൻ നായർ, പോൾസൺ തെക്കുംപീടിക, PT വിനയൻ, സിജോ പുന്നക്കര, EM ഉമ്മർ, ഫൈസൽ ഇബ്രാഹിം, മോളി ജോസഫ്, K രാധാകൃഷ്ണൻ, ജിജോ ജോൺ, ഹരൻ ബേബി, K രജനി, അൽഫോൺസ സ്റ്റിമ എന്നിവർ പ്രസംഗിച്ചു. ദീർഘകാലം അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന K പരമേശ്വരനെ ആദരിച്ചു. അതുപോലെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വിഘടിച്ച് വിഭജിച്ച് ഒക്കെ നിൽക്കുക. ഇപ്പോഴും തഥൈവ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ ഒന്നും വളരെ കുറച്ചേ പറയുന്നുള്ളൂ.
പുതുക്കാട് ഫൊറോനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ആബ 2024 പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ആശീർവാദകർമ്മം നിർവഹിച്ചു. ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ജോർജ് നെരേപ്പറമ്പിൽ, ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, കൺവീനർ ബിജു പുളിക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 28, 29, മാർച്ച് 1, 2, 3 തീയതികളിൽ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ ആമ്പല്ലൂർ ജോർജ് ടൗണിലാണ് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ നടക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU പുതുക്കാട് മേഖലാ കൺവെൻഷൻ CITU കൊടകര ഏരിയ ട്രഷറർ PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ഫിലോമിന ഫ്രാൻസിസ്, TA രാമകൃഷ്ണൻ, TR ശ്രീനിവാസൻ, PG ഷാജി, IS ഷാജു, സുജാത ഷാജി, രേഖ വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. IS ഷാജുവിനെ പ്രസിഡന്റായും PG ഷാജിയെ സെക്രട്ടറിയായും സന്ദീപിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, അംഗം സജിനി സന്തോഷ്, ഡോക്ടർ കവിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ സ്പർശം പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച ഹാപ്പിനെസ് പ്രോജക്ടിന്റെ ഭാഗമായി എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിൽ രോഗികൾക്കായി ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ LED അലങ്കാര ലൈറ്റ് നിർമ്മാണ പരിശീലനത്തിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് DV സുദർശൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് PP ആൻഡ്രു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VA ശ്രീജയ, കോർഡിനേറ്റർ PR വിദ്യ എന്നിവർ പ്രസംഗിച്ചു. ഹൈദരാബാദിലെ ബാലയോഗി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന 5ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കല്ലൂർ സ്വദേശി ഓട്ടത്തിൽ വെങ്കലവും 4x400 മീറ്ററിൽ സ്വർണവും കരസ്ഥമാക്കി. തൃക്കൂർ പഞ്ചായത്ത് 14ാം വാർഡ് CDS മെമ്പർ കൂടിയായ ബിജിത വേണുവാണ് നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്. കേരള അത്ലറ്റിക് ഫിസിക് അലയൻസ് പാലായിൽ സംഘടിപ്പിച്ച കേരള ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് ചാമ്പ്യൻഷിപ്പിൽ പേരാമ്പ്ര സ്വദേശികളായ അച്ഛനും മകനും 1ാം സ്ഥാനക്കാരായി. പേരാമ്പ്ര കീരിയത്ത് ജോയ്സൺ, മകൻ ആൻഡ്രിക് ജോയ്സൺ എന്നിവരാണ് ഈ അപൂർവ നേട്ടത്തിന് അർഹരായത്. മാസ്റ്റേഴ്സ് 50 വിഭാഗത്തിലാണ് ജോയ്സൺ 1ാം സ്ഥാനം നേടിയത്. ജൂനിയർ ബോഡി ബിൽഡിംഗ് 65 കിലോ വിഭാഗത്തിലാണ് ആൻഡ്രിക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ദേശീയപാതയിൽ തലോർ ഡെക്കാത്തലന് സമീപം ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് അപകടം. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. ടയർ മാറ്റാൻ നിർത്തിയിട്ട ലോറിക്ക് പിറകിലാണ് സ്കൂട്ടർ ഇടിച്ചത്. ആമ്പല്ലൂർ ജോർജ് ടൗൺ പറമ്പിൽ തീപിടുത്തം. പുല്ല് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി തീയിട്ടത് നിയന്ത്രണാതീതമാവുകയായിരുന്നു. ദേശീയപാതയിലേക്കും വലിയ തോതിൽ പുക ഉയർന്നു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. മുപ്ലിയം ഷൺമുഖപുരം പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ചൊവ്വാഴ്ച വരെ നടക്കും. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് പൊതുയോഗം പുതുക്കാട് നടന്നു. ചെയർമാൻ ജോൺസൺ പുല്ലുത്തി സമ്മേളനം അവലോകനം നടത്തി. മുഹമ്മദ് ബഷീർ സൈനി അധ്യക്ഷനായിരുന്നു. സുധീഷ് പാലപ്പള്ളി, NR സജീന, ജിജി ഷിജു, അനിൽകുമാർ, ഏലിയാസ് ജേക്കബ്, സുധീഷ് പാലപ്പള്ളി, MD ബിനു, സഫൂറ മണലായ, അനിത സന്തോഷ്, സുമിജ സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. SNDP യോഗം തെക്കേത്തുറവ് ശാഖയിലെ ഗുരുകടാക്ഷം SHGയുടെ 18ാം വാർഷിക യോഗം സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് രവീന്ദ്രൻ കരവട്ട് അധ്യക്ഷത വഹിച്ചു. ശാഖാ വൈസ് പ്രസിഡന്റ് കൃഷ്ണസ്വാമി, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി രാധിക രവീന്ദ്രനെ കൺവീനറായും ബിന്ദു സുരേന്ദ്രനെ ജോയിന്റ് കൺവീനറായും ഷാജി വേണുവിനെ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു. തദ്ദേശവാസികളായ 500ഓളം പേർ ഒരേ സമയം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി സർവീസിൽ പ്രവേശിക്കുന്നത് ചരിത്ര സംഭവമാണെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. പോലീസ് അക്കാദമിയിൽ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ കോൺവൊക്കേഷൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായാണ് ഒരേ സമയത്ത് തദ്ദേശവാസികളായ 500 പേർ സർവീസിൽ പ്രവേശിക്കുന്നത്. ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുകയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പ്രയോജനം വേണ്ടത്ര ലഭിക്കുമായിരുന്നെങ്കിൽ അവർ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർന്നു നിൽക്കുമായിരുന്നു. അത് വേണ്ടത്ര ആയില്ല എന്നുള്ള അനുഭവം നമ്മെ പുതിയ മേഖലകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു.
അവരെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്ഥിരമായി തൊഴിലും വരുമാനവും ഉണ്ടാക്കി കൊടുക്കുക എന്ന സമീപനത്തിലേക്ക് സർക്കാർ പോയതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഗംഗാ സിംഗ് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ADGP ഗോപേഷ് അഗർവാളിനെ മന്ത്രി പുരസ്കാരം നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെയും പരിശീലനത്തിൽ വിവിധ വിഷയങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കും മന്ത്രി മെഡലും സർട്ടിഫിക്കറ്റും നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാന യുവജന കമ്മീഷൻ ഫെബ്രുവരി 24 രാവിലെ 9 മുതൽ പാലാ സെന്റ് തോമസ് കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കോട്ടയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും പാലാ സെന്റ് തോമസ് കോളേജിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കരിയർ എക്സ്പോ 2024 തൊഴിൽ മേളയിൽ 18നും 40നും മധ്യ പ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിൽ ദാതാക്കൾക്കും തൊഴിൽ മേളയിൽ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123086030, മൊബൈൽ 7907565474. കലറ്റുംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റി തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് എക്സ് സർവീസ് മാൻമാരിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. യോഗ്യരായവർ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 048027204746. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വെള്ളിക്കുളങ്ങര പലക്കാട്ടി ജോയിയുടെ ഭാര്യ മോളി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബെയ്സൽ, സ്റ്റെനി എന്നിവർ മക്കളും ശ്രുതി, ലിജോ എന്നിവർ മരുമക്കളുമാണ്. ആനന്ദപുരം കീറ്റിക്കൽ പരേതനായ കുഞ്ഞുവറീദിന്റെ ഭാര്യ റോസ അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് ആനന്ദപുരം ചെറുപുഷ്പം പള്ളിയിൽ. മേരി, ജോസ്, ജാൻസി, ജോണി എന്നിവർ മക്കളും ജെയിംസ്, സീന, ലിജി എന്നിവർ മരുമക്കളുമാണ്. മുപ്പിളിയം അമ്പാരപ്പള്ളി ഏറ്റുമാനുകാരൻ ദേവസിക്കുട്ടി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വയനാട്ടിൽ കാട്ടാനയാക്രമണം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടാന ശല്യം നേരിടാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷിച്ചു. കൊടകര വെള്ളിക്കുളം വലിയ തോട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം കുഞ്ഞക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലായി. വാലിയക്കരയിൽ മാരക മയക്കുമരുന്ന് MDMA-യുമായി കാളത്തോട് സ്വദേശിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജിമ്മി മഞ്ഞളി വീണ്ടും ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.